മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് ഇതാ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. വിദേശത്തും സ്വദേശത്തും വീടിനകത്തും പുറത്തും ഇരുന്നൊക്കെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെ അടുത്തേക്കും അധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു വിശുദ്ധൻ ഇതാ കടന്നു വരുന്നു. വിശുദ്ധനായ പീറ്റർ ജൂലിയൻ എയ്മാർട്ട്. അദ്ദേഹത്തിൻ്റെ വചനം ഒന്ന് കേട്ടേൻ. സെഫാനിയ 3:18. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനർപ്രതിഷ്ഠിക്കും. പ്രിയപ്പെട്ടവരെ, എന്നെക്കുറിച്ച് കർത്താവ് അതിയായി ആഹ്ലാദിക്കുമെന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോടാണ് പറയുന്നത്. സഹോദര, സഹോദരി, പ്രിയപ്പെട്ട കുടുംബമേ, നീ കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിന് ഓർത്ത് ഞാൻ അതിയായി ആഹ്ലാദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭക്തരായിരുന്ന മാതാപിതാക്കളിൽ നിന്നാണ് പീറ്റർ ജൂലിയൻ എയ്മാർട്ട് ജനിച്ചത്. മാതാപിതാക്കൾ പകർന്നു കൊടുത്ത വിശ്വാസത്തിൻ്റെ പ്രകാശം അതായിരുന്നു ജീവിതത്തിൻ്റെ പിൻകാല ജീവിതം. മാതാപിതാക്കന്മാർ പകർന്നു കൊടുത്ത വിശ്വാസത്തിൻ്റെ പ്രകാശം, ആ പ്രകാശമായിരുന്നു വിശുദ്ധൻ്റെ പിൽക്കാല ജീവിതം. ശിശുവായ പീറ്ററിനെ കൊണ്ടുപോയി ദീർഘനേരം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഇതുകൊണ്ടാവാം എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന അരുളിക്ക ബാല്യം മുതലേ പീറ്ററിന് വളരെയധികം പ്രിയങ്കരമായിരുന്നു. വൈദികനാകാൻ ആഗ്രഹിച്ച പീറ്ററിൻ്റെ മുമ്പിൽ പിതാവിൻ്റെ എതിർപ്പ്, അമ്മയുടെ വേർപാട്, ലത്തീൻ ഭാഷയുടെ ബുദ്ധിമുട്ട്, എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് 1834 ഒരു പുരോഹിതനായി. ഇടവക ഭരണത്തിന് ശേഷം മാരിസ്റ്റ എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിൽ ചേർന്നു. ദിവ്യകാരുണ്യ ഭക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദിവ്യകാരുണ്യ സഭ സ്ഥാപിച്ചു. കാലഘട്ടത്തിന് ആവശ്യമായിരുന്നതിനാൽ അത് അതിവേഗം വളർന്ന് വികസിച്ചു. നിരന്തരമായ പരിശ്രമത്തിലൂടെ പീറ്ററച്ചൻ വിശുദ്ധ കുർബാനയുടെ ഭക്തിയും ദിവ്യകാരുണ്യ സഭയിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ധാരാളം ദൈവമക്കൾ വിശുദ്ധ കുർബാനയിലേക്കും ദിവ്യകാരുണ്യത്തിലേക്കും അടുത്തു വന്നു. വനിതകൾക്കായി കന്യാസ്ത്രീകളുടെ ദിവ്യകാരുണ്യ സഭ സ്ഥാപിച്ചു. പിന്നീട് അൽമായർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന സഖ്യം സ്ഥാപിച്ചു. നോക്കണേ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കാണുന്നത്. വിയാനി പുണ്യവാൻ എയ്മാർട്ടിനെ കുറിച്ച് തൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, ഇതാ ഒരു വലിയ വിശുദ്ധൻ എന്നാണ് വിളിച്ചിരുന്നത്. 57-ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 1962 ഡിസംബർ 9 വിശുദ്ധനായി നാമകരണം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും സ്നേഹപൂർവമായ പ്രവർത്തികൾ കൊണ്ട് യേശുവിനെ സ്വന്തമാക്കാൻ കഴിയട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.